ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമണിയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പതിവ് ചോദ്യോത്തര പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് തെറ്റായ പഠനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ധ്യാന ശുശ്രൂഷകളിലെ പങ്കാളിത്തം നാൾക്കുനാൾ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണമെന്ത്? കേവലം ആൾക്കൂട്ടമായി ഇത്തരം കേന്ദ്രങ്ങൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നതാണ്. അത് സമഗ്രമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഏതെങ്കിലും പ്രവർത്തകന്റെയോ ഏതെങ്കിലും ഒരു ശുശ്രൂഷകന്റെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന പാകപ്പിഴയായി അതിനെ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വിമർശനമാക്കി അതിനെ ചുരുക്കി കാണുന്നത് അബദ്ധവുമാണ്. വാസ്തവത്തിൽ എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവെന്നും എങ്ങനെയാണ് ശുശ്രൂഷയിൽ നാം പങ്കുചേരുന്നതെന്നും വ്യക്തമായ അവബോധമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. സാധാരണഗതിയിൽ നമ്മുടെ വിശ്വാസ രീതി നമ്മെ നയിക്കുന്നത് കൗദാശിക കേന്ദ്രീകൃതമായിട്ടാണ്. കൗദാശികമായ അർപ്പണങ്ങളോട് ചേർത്ത് ജീവിതത്തെ നയിക്കുകയാണ് വിശ്വാസത്തിന്റെ വഴിയെന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ തന്നെ കൂദാശ കേന്ദ്രീകൃതമായ വിശ്വാസത്തിനകത്ത് പാകപ്പിഴകളും കുറവുകളും ഉണ്ടാകുന്ന രീതിയിലേക്ക് വിശ്വാസം അപജയിക്കപ്പെടുന്നുണ്ട്. അതിന് കാരണമായി മാറുന്നതും നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ധ്യാന ശുശ്രൂഷകളിലെ തെറ്റായ പഠനങ്ങൾ എന്ന നിലയ്ക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. വിശ്വാസ ജീവിതം അടിസ്ഥാനപരമായി കേന്ദ്രീകരിക്കുന്നത് അർപ്പണത്തിലാണ്. കൗദാശികമായ അർപ്പണങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് കൂദാശയാണ്. ഈ കൂദാശ കേന്ദ്രീകൃതമായ വിശ്വാസം എന്തെങ്കിലും നേടിയെടുക്കുന്നതിനുള്ള ഉപാധിയായിട്ട് സഭ പഠിപ്പിച്ചിട്ടില്ല. അത് ഒരു വൃതാർപ്പണത്തിന്റെ ജീവിതം ആരാധനയാക്കി മാറ്റുന്നതിന്റെ വഴിത്താരയാണ്. അത്തരമൊരു വഴിയിലൂടെ പുരോഗമിക്കുമ്പോൾ സ്വന്തം ജീവിതം എങ്ങനെ ഈശ്വരാർപ്പണമാക്കി മാറ്റാം എന്ന പഠനമാണ് സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതും കാലങ്ങളായി നമ്മൾ പിൻചൊന്നതും. ലോകത്താകമാനമുണ്ടായ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സമ്പത്ത് ആധിപത്യം നേടുന്ന കാര്യമാണ്. ഇത് ചരിത്രപരമായൊരു സാഹചര്യത്തെ കൂടി പരിഗണിച്ച് വേണം നമുക്ക് പരിശോധിക്കാൻ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിതത്തിന്റെ പ്രധാന കേന്ദ്രമായി സമ്പത്ത് മാറിത്തീരുന്നു എന്നിടത്താണ് മനുഷ്യൻ അവന്റെ ആഗ്രഹപൂർത്തിക്കായി എന്തു ചെയ്യണം എന്ന ചോദ്യം വ്യക്തിഗതമായി മനുഷ്യരുടെ ഉള്ളിൽ ഉയർന്നു വരുന്നത്. അങ്ങനെ ഉയർന്നു വരുന്നൊരു സാമൂഹ്യ ചുറ്റുപാടിലാണ് വിശ്വാസം കാര്യലാഭത്തിനുള്ള ഒരു കാര്യമായി പരിഗണിക്കപ്പെട്ടു തുടങ്ങി. നമ്മൾ നവനാളുകളിൽ പങ്കെടുക്കുമ്പോഴും ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും കൂദാശകളിൽ പങ്കെടുക്കുമ്പോഴും അതിന്റെ ലക്ഷ്യകേന്ദ്രമായി പലപ്പോഴും മാറിപ്പോകുന്നത് തൻകാര്യലാഭമാണ്. അവനവനെ ഉപേക്ഷിക്കുന്ന സ്വയാർപ്പണത്തിന്റെ വഴിയാകുന്ന ക്രൈസ്തവ വിശ്വാസ ജീവിത മാതൃക ക്രമേണ ശുഷ്കമാവുകയും മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുന്നൊരിടമായി ദൈവത്തെ കാണുകയും കാര്യലാഭത്തിനുള്ള ഉപാധിയായി പ്രാർത്ഥനകൾ മാറിത്തീരുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇത്തരത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി ആവിർഭവിച്ച ഒന്നാണ്. സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, ദുഃഖദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പരാതി പറയുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹമായി അവയ്ക്കൊക്കെ പരിഹാരം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്ന കേവലത്വം അതിന്റെ പിന്നിലുണ്ട്. സ്വാഭാവികമായി മനുഷ്യൻ ബലഹീനനാണ്. അവന്റെ പ്രയാസങ്ങളിൽ അവന് ദൈവം ആശ്രയമായി മാറേണ്ടതാണ്. ഇത്തരം ആശ്രയം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് അവൻ നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച ധാരണയിൽ പിശക് പറ്റാൻ തുടങ്ങി. നമുക്കൊരു രോഗമോ ദുരിതമോ ഉണ്ടാകുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിനെ മറികടക്കാൻ ആവശ്യമായ ആത്മബലം പ്രാപിക്കുന്ന വിശ്വാസ വഴി ക്രമേണ താഴുകയും
താൽക്കാലിക പരിഹാരങ്ങൾ നൽകുന്ന ഒരാളായി ദൈവത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ആ കാലഘട്ടങ്ങളിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിലാണ് വിശ്വാസം കാര്യസാധ്യത്തിനുള്ളതാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യമുള്ള പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. 940 ആരംഭിക്കുന്ന സമ്പത്തിന്റെ സുവിശേഷം അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പ്രഘോഷിക്കപ്പെടുന്ന പ്രഘോഷണ രീതികൾ ലോകത്താകമാനം ഉയർന്നു വന്നു. അങ്ങനെ ലോകത്താകമാനം ഉയർന്നു വന്ന ഈ സമ്പത്തിന്റെ സുവിശേഷം നമ്മയും ഗ്രസിക്കുകയും നാം അറിയാതെ തന്നെ കാര്യപ്രാപ്തിക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കണം എന്ന ചിന്തയിലേക്ക് വഴിമാറുകയും ചെയ്തു. പണ്ട് നമ്മുടെ അത്യധ്വാനങ്ങളിലും കഷ്ടപ്പാടുകളിലും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ്, നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം പരിചയപ്പെട്ടതെങ്കിൽ അതിന് വിപരീതമായി ഈ ദുർഘടങ്ങളെ മറികടക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമായി ദൈവം മാറുന്നു. അങ്ങനെ ഉപകരണപരമായ ഒന്നായി വിശ്വാസം മാറിത്തീരുന്നതിൻ്റെ ഒരു അപജയം ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാം. നവനാളുകളിലും പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ഒക്കെ പങ്കുചേരുന്നത് നിഷ്ഠ വെച്ച് ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ന് വരികയും അങ്ങനെ കാര്യങ്ങൾ സാധിക്കുന്ന ഉപകാരസ്മരണകൾ പ്രചരിപ്പിക്കപ്പെടുകയും ആൾക്കൂട്ടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് തന്നെയാണ് കൺവെൻഷനിസം ലോകത്ത് വ്യാപിക്കുന്നത്. പ്രാർത്ഥനാ കൂട്ടായ്മകളും ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ ലോകത്ത് ആവിർഭവിക്കുന്നു. അതിനു മുമ്പ് തിരുസഭയിൽ ഉണ്ടായിരുന്ന ധ്യാന രീതി വർഷം തോറുമുള്ള ധ്യാനങ്ങളാണ്. ഇന്ന് ആ ധ്യാനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. കപ്പൂച്ചൻ സന്യാസികളൊക്കെയാണ്, കർമ്മരത്വ സന്യാസികളൊക്കെയാണ് ധ്യാനിപ്പിച്ചിരുന്നത്. അവർ ധ്യാനിപ്പിച്ചിരുന്ന വിഷയം ഏറ്റവും പ്രധാനമായിട്ട് മരണം, വിധി, സ്വർഗം, നരകം എന്ന വിഷയങ്ങൾ സംബന്ധിച്ചാണ്. ജീവിതാന്ത്യത്തെ സംബന്ധിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്ന ധ്യാന രീതിയാണ് സഭയിൽ നിലനിന്നിരുന്നത്. ധ്യാനങ്ങളില്ലാത്ത ഒരു ഇടമല്ല സഭ. ആ ധ്യാനങ്ങളുടെ ലക്ഷ്യകേന്ദ്രമായി ഇരുന്നത് ജീവിതാന്ത്യത്തെ സംബന്ധിച്ച, നിത്യതയെ സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു. ജീവിതത്തിന്റെ താൽക്കാലിക ഇടങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന വിഷയങ്ങൾ ഈ ധ്യാനങ്ങൾക്ക് വിഷയീഭവിച്ചിരുന്നില്ല. അത്തരത്തിലായിരുന്നു ധ്യാനങ്ങളിൽ നിന്ന് ഇപ്രകാരം കൺവെൻഷനുകളും അത്ഭുത രോഗശാന്തിയും നടക്കുന്ന ഇടങ്ങൾ രൂപപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് കത്തോലിക്ക ഇതരമായ വിഭാഗങ്ങൾക്കിടയ്ക്ക് ഈ കൺവെൻഷനുകളും പ്രാർത്ഥനാ കൂട്ടായ്മകളും അത്ഭുത രോഗശാന്തികളും പൈശാചിക ഉച്ചാടനങ്ങളും ഒക്കെ ഉണ്ടായിത്തീർന്നതെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. കത്തോലിക്ക സഭ കൗദാശികമായി കേന്ദ്രീകൃതമായ ഒന്നാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതിൽ സെയിന്റ് ഓറിയന്റഡ് ആണ് റോമാ സഭ. സീറോ മലബാർ അടക്കമുള്ള പൗരസ്ത്യ സഭകൾ പലപ്പോഴും കാലങ്ങളെ കേന്ദ്രീകരിച്ചാണ് കൂദാശകൾ നിർവഹിക്കുക. 9 കാലങ്ങളായിട്ടാണ്. ലാറ്റിൻ ചർച്ച് സെയിന്റ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് നവനാൾ പോലുള്ള പ്രാർത്ഥനകൾ കൂടുതൽ വ്യാപകമായിട്ട് കാണാൻ കഴിയുക പാശ്ചാത്യ സഭയിലാണ്. അപ്പോൾ പാശ്ചാത്യ സഭയിൽ ഇങ്ങനെ ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ പൗരസ്ത്യ സഭകളും വിശുദ്ധരുടെ നവനാളുകൾ ആരംഭിക്കാൻ തുടങ്ങി. അവിടെയൊന്നും വിശ്വാസമല്ല പരമപ്രധാനമായി പരിഗണിക്കപ്പെട്ടത്, ആൾക്കൂട്ടങ്ങളെയാണ്. ആള് കൂടുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനാ രീതികൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ആ സമയത്താണ് കൺവെൻഷനിസം വരുന്നത്. എന്തുകൊണ്ടാണ് കത്തോലിക്ക ഇതരമായ വിഭാഗങ്ങൾ കൺവെൻഷനുകൾ രൂപപ്പെടുത്താൻ തുടങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെയും പോരായ്മകളെയും സംബന്ധിച്ച അവബോധമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും തെറ്റുതിരുത്താനും ദൈവസന്നിധിയിൽ പാപവിമോചനം നേടാനും ഒരു അവസരമുണ്ട്. യേശുക്രിസ്തുവിൽ നമ്മളെല്ലാം പാപത്തിൽ നിന്ന് വിമോചിതരായി. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ കഴുകിക്കളഞ്ഞു. അങ്ങനെ കഴുകിക്കളഞ്ഞ പാപങ്ങൾ നമ്മെ വീണ്ടും കീഴ്പ്പെടുത്തുന്നതായി
ചായ്ച്ചിലുകൾ അനുഭവപ്പെടുത്താൻ തുടങ്ങി. മാമോദീസ സ്വീകരിക്കുന്ന ഒരാള് അയാളുടെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്കാണ് പ്രവേശിക്കുന്നത്, വിശുദ്ധ ജീവിതമാണ് ആരംഭിക്കുന്നത്. പക്ഷേ അയാൾ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകും. മിസ്റ്റർ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും. അതുകൊണ്ട് തെറ്റുപറ്റിയാൽ തിരികെ നടക്കാൻ ഒരു വഴി കത്തോലിക്ക സഭയിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നൽകപ്പെടുന്നുണ്ട്. എല്ലാ കൂദാശകൾക്കകത്തും പാപവിമോചനത്തിന്റെ അംശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ സ്വാഭാവികമായി മനുഷ്യന്റെ ഒരു പരിമിതിയാണ് അവനവന്റെ കുറവുകളെ സംബന്ധിച്ച ബോധ്യം, അവനവൻ നേർവഴിയിൽ നിന്ന് മാറിപ്പോകുന്നതിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ, അവയൊക്കെ അവനെ അസ്വസ്ഥപ്പെടുത്തും. മനുഷ്യന് മനസാക്ഷിയുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാണെങ്കിലും വിശ്വാസമില്ലാത്ത ആൾക്കാണെങ്കിലും മനസാക്ഷി എന്നൊരു കാര്യമുണ്ട്. അപ്പൊ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ തെറ്റിനെ സംബന്ധിച്ച് ബോധ്യമുണ്ടാവുകയും മനസാക്ഷി കുത്തുണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്രയിക്കാനായ ഒരു കൂദാശയുണ്ട്. മാമോദീസയിലേക്ക് കടന്നു വരാൻ കഴിയും, കുമ്പസാരത്തിലേക്ക് കടന്നു വരാൻ കഴിയും. അങ്ങനെ മാനസാന്തരത്തിന്റെ ഒരു വഴി വിശ്വാസത്തിൽ സഭയ്ക്കുണ്ട് എന്നത് നമ്മെ സംബന്ധിച്ച് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാനും മനസാക്ഷിയുടെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കാനും നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. ആ പാപങ്ങൾ ഏറ്റെടുത്ത അനുഭവം ആനുകാലിക ജീവിതത്തിൽ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അനുദിനം ചെയ്യുന്ന ജീവിത പ്രവൃത്തികൾക്ക് വന്നു പോകുന്ന പിഴവുകളെ ഏറ്റുപറയാനും ക്രിസ്തു കുരിശിൽ നമുക്ക് ദാനമായി നൽകിയ പാപവിമോചനത്തിന്റെ ശക്തി അനുഭവിക്കാനും കഴിയുന്ന ഒരു കേന്ദ്രമായി കുമ്പസാരത്തെ നമുക്ക് കാണാൻ പറ്റണം. പാപം യേശു ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റെടുക്കുകയും പാപത്തിൽ നമുക്ക് മോചനം നൽകുകയും ചെയ്തു. ആ മോചനം നാം അനുഭവിക്കുന്നത് അനുദിനം നാം മാനസാന്തരത്തിന്റെ വഴിയെ നടക്കുകയും കുമ്പസാരം എന്ന കൂദാശയെ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് കൗദാശികമായ വരപ്രസാദത്തിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് തിരികെ നടക്കാൻ കഴിയും. ഇത് ക്രൈസ്തവനെ സംബന്ധിച്ചൊരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഒരാളോട് വിദ്വേഷമുണ്ടായി, ആ വിദ്വേഷം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി, ആ ഭാരം നമ്മൾ ഏറ്റുപറഞ്ഞു, ആ പാപവും ഭാരവും കൗദാശികമായി നീക്കം ചെയ്യപ്പെട്ടു. വരപ്രസാദ അവസ്ഥയിലേക്ക്, സ്നേഹത്തിലേക്ക് നാം തിരികെ നടക്കുന്നു. അങ്ങനെ പാപങ്ങളെ പരിഹരിക്കാൻ, ക്രിസ്തുവുമായുള്ള അകലത്തെ പരിഹരിക്കാൻ നമുക്കൊരു മാർഗം ഉണ്ടായി. ലോകത്ത് മനുഷ്യർക്ക് സ്വാഭാവികമായും ഇതിന് അവസരമില്ലാതെ പോകുമ്പോൾ അവൻ കൂടുതൽ വീഴ്ചകളിലേക്ക് പോകാം, നിരാശനാകാം, നിരാശ്രയനായി പോകാം. അപ്രകാരം സഭയിൽ നിന്ന് വിട്ടുപോയ വിഭാഗങ്ങൾ കൗദാശികതയെ തള്ളിപ്പറഞ്ഞപ്പോൾ അവർക്ക് ഈ നിരാശ്രയത്വം അനുഭവപ്പെടുകയും തങ്ങളുടെ അകത്തുള്ള ഈ കുറ്റബോധം, തങ്ങളെ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയുടെ സ്വരം അവരെ വ്യാകുലപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് കൺവെൻഷനുകൾ ആരംഭിക്കുന്നത്. അപ്രകാരം കൺവെൻഷനുകൾ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണ്? പാപത്തെ സംബന്ധിച്ച പ്രഘോഷണം ഉണ്ടാകുന്നു, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. ഈ പാപം നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ പൂർവിക ദോഷം കൊണ്ടാണ്. പഴയ നിയമത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ പ്രഘോഷണം വരിക. നിങ്ങളുടെ പൂർവിക ദോഷം കൊണ്ടാണ്, നിങ്ങളെ പിശാച് ആക്രമിക്കുന്നത് കൊണ്ടാണ്, പൈശാചികതയാണ് നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പൈശാചിക ഉച്ചാടനവും ശാപവിമുക്തിയുമാണ് നമ്മെ രക്ഷിക്കുക എന്ന നിലയ്ക്ക് അവിടെ പ്രഘോഷണങ്ങൾ ആരംഭിക്കുന്നു. വലിയ കൂട്ടായ്മകൾക്കകത്ത് ഇത്തരം വിടുതൽ അനുഭവങ്ങൾ എന്ന പേരിൽ ശുശ്രൂഷകൾ അരങ്ങേറുന്നു. അങ്ങനെ അരങ്ങേറുന്ന ഈ കൺവെൻഷനുകളിൽ ആളെ കൂട്ടാൻ തുടങ്ങി. സ്വതന്ത്രതയോടെ ജീവിക്കാം, തെറ്റുകളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല, തെറ്റുകളെല്ലാം പിശാചിന്റെ വകയാണ്, അല്ലെങ്കിൽ പൂർവിക ദോഷം കൊണ്ടാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്വമില്ല. ഇങ്ങനെ ഉത്തരവാദിത്വമില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമുള്ളതായി തോന്നിയേക്കാം. അതൊരു കേവലമായ അനുഭവമാണ്, അത് സ്ഥായിയായ ഒന്നല്ല, യാഥാർത്ഥ്യവുമല്ല. യഥാർത്ഥത്തിൽ നമുക്ക് പാപത്തിന് ഉത്തരവാദിത്വമുണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. ആ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റുപറയുന്നിടമാണ് കുമ്പസാരം. കുമ്പസാരത്തിൽ അവനവന്റെ പിഴവുകളെ ഏറ്റുപറയാനും അവനവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാപവിമോചനത്തിന്റെ ശക്തി അനുഭവിക്കുകയും നേർവഴിയിലേക്ക് തിരികെ നടക്കാനും വകയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സാധിക്കാതെ പോയ കൂദാശയെ തള്ളിപ്പറഞ്ഞ ആളുകൾക്ക് നേരിട്ട് ദൈവത്തോട് ഇത് പറയാൻ സാധ്യമല്ല. ദൈവത്തോട് നേരിട്ട് പാപം പറയുമ്പോൾ അനുഭവം ഉണ്ടാകുന്നില്ല. ആ അനുഭവം ഉണ്ടാകാത്തത് കൊണ്ട് അവർ പാപത്തിന്റെ ഉത്തരവാദിത്വം പിശാചിന്റെ തലയിൽ കെട്ടിവെച്ചു, അതല്ലെങ്കിൽ പൂർവിക ശാപത്തിന്റെ തലയിൽ കെട്ടിവെച്ചു. അങ്ങനെയാണ് കൺവെൻഷനുകൾ ഉണ്ടാകുന്നത്.
കൺവെൻഷനുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിടുതൽ ശുശ്രൂഷ. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഈ പറഞ്ഞ തിന്മകളെല്ലാം ഉച്ചാടനം ചെയ്യുന്നതായിട്ട് പ്രഘോഷിക്കുന്നു. അങ്ങനെ ഒരു വൈകാരിക തലം സൃഷ്ടിച്ചെടുക്കുന്നു. വൈകാരികതയിൽ മനുഷ്യൻ ബോധതലത്തിൽ ഇങ്ങനെ പാപത്തിൽ നിന്ന് വിടുതലുള്ളയാളാണെന്നും പാപം പിശാചിന്റെ വകയായി അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണെന്നും അവൻ നീങ്ങിക്കഴിയുമ്പോൾ ശുദ്ധരാകാൻ കഴിയുമെന്ന ധാരണയുണ്ടായി. കത്തോലിക്ക സഭയിലാകട്ടെ ഒരാൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ അയാളെ പൈശാചികമായ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ആത്മാവിനാൽ നിറച്ച് സഭയ്ക്കകത്ത് പ്രവേശിപ്പിക്കുന്നു. വിശുദ്ധ ജീവിതമാണ് നയിക്കേണ്ടത്. ആ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിഴവുകൾ കുമ്പസാരം വഴി ഏറ്റുപറയുന്നു. ഈ അവസരമില്ലാതെ പോയ ആളുകളാണ് സാധാരണയായി കൺവെൻഷനുകൾ രൂപപ്പെടുത്താനും വലിയ വലിയ ആൾക്കൂട്ടങ്ങൾക്കകത്ത് ഇത്തരം ശുശ്രൂഷകൾ ആരംഭിക്കാനും തുടങ്ങിയത്. ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ അപ്പുറത്ത് കൂടാൻ തുടങ്ങിയപ്പോൾ കത്തോലിക്ക സഭയിലും ഇത്തരം ചില പ്രവണതകൾ ഉണ്ടാകാൻ തുടങ്ങി. കരിസ്മാറ്റിക് രംഗമൊക്കെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആത്മാവിന്റെ അതിവർഷം അനുഭവിക്കാൻ, വൈകാരികമായി അനുഭവിക്കാൻ കഴിയുന്നൊരിടം ഉണ്ടാക്കുകയും പാപങ്ങളൊക്കെ ഏറ്റുപറയുകയും കുമ്പസാരം എന്ന കൂദാശയും കുർബാനയും ഒക്കെ അതിനോട് ചേർത്ത് വെക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ കത്തോലിക്ക വിശ്വാസമാണെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് വ്യൂവിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മൾ ചില അടയാളങ്ങൾ ഉപയോഗിക്കും. ആ അടയാളങ്ങൾ പ്രധാനപ്പെട്ടതാണ് കുർബാന, ജപമാല, കുമ്പസാരം എന്ന കൂദാശകളൊക്കെ ഇതിനോട് ചേർത്ത് വെക്കും. എന്നിട്ട് ഈ കൺവെൻഷനുകളെ ഇതിലേക്ക് നമ്മൾ കയറ്റാൻ തുടങ്ങി. അപ്പോഴാണ് കത്തോലിക്ക സഭയ്ക്കകത്ത് കൗദാശിക കേന്ദ്രീകൃതമായ രീതിയിൽ കൺവെൻഷനുകൾ ആരംഭിക്കുന്നത്. ഈ കൺവെൻഷനുകൾ ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഉണ്ടായിരുന്നത് കാര്യസാധ്യമാണ്. കാര്യസാധ്യത്തിന് ഒത്തുകൂടുന്നിടം, കാര്യസാധ്യത്തിന് ഈ പൈശാചിക തിന്മകളാണ് നമ്മെ ഭരിക്കുന്നതെന്ന ബോധത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ഇങ്ങനെ കൺവെൻഷനുകൾ കൂടാൻ തുടങ്ങി. അപ്രകാരം കൺവെൻഷൻ ഉണ്ടാകാൻ കാരണം അവർക്ക് ഇടയധർമ്മം നിർവഹിക്കുന്ന ആളുകളില്ല. നമുക്ക് ഒരു ഇടവക എന്ന നിലയ്ക്ക് രൂപപ്പെടുന്ന സഭാ സംവിധാനത്തിനകത്ത് നമ്മുടെ കുറവുകളും പോരായ്മകളൊക്കെ പരിഹരിക്കാനൊരിടമായിട്ട് അത് മാറുന്നുണ്ട്. കൗദാശിക കേന്ദ്രീകൃതമായി നമുക്കതിൽ പ്രവേശിക്കാൻ കഴിയും. നമുക്കൊരു ഇടയനുണ്ട്, ഒരു വികാരിയച്ഛനുണ്ട്. അങ്ങനെ ഒരു വികാരിയുടെ കീഴിൽ, ഒരു ഇടയന്റെ കീഴിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് വളർന്നു വരുമ്പോൾ നമ്മൾ ധ്യാനങ്ങളെ അല്ല ആശ്രയിച്ചിരുന്നത്, കൂദാശകളെയാണ്, ദേവാലയത്തെയാണ്. ദേവാലയ കേന്ദ്രീകൃതമായി, കൂദാശ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ശീലിച്ചിരുന്നു. ആ ശീലത്തിൽ നിന്ന് ക്രമേണ കൺവെൻഷനുകളും ആൾക്കൂട്ടങ്ങളും പ്രധാനപ്പെട്ടതായിട്ട് മാറി. ആ ഇടയ്ക്കാണ് ധ്യാന കേന്ദ്രങ്ങൾ ഉയർന്നു വരുന്നത്. ധ്യാന കേന്ദ്രങ്ങൾ ഉയർന്നു വരുമ്പോൾ ധ്യാന കേന്ദ്രങ്ങൾ കൂദാശ കേന്ദ്രീകൃതമായ കാര്യങ്ങളെക്കാൾ അപ്പുറത്തുള്ള കൺവെൻഷനുകളുടെ സ്വഭാവങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സഭയിൽ പുതിയ നിയമമാണ് പ്രഘോഷിക്കപ്പെടേണ്ടതെന്നിരിക്കെ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെല്ലാം പുതിയ നിയമത്തെ കേന്ദ്രീകരിച്ചാണെന്നിരിക്കെ, ചാക്രിക ലേഖനങ്ങളായാലും അപ്പോസ്തലിക ലേഖനങ്ങളായാലും പഠനങ്ങളായാലും പുതിയ നിയമത്തെ കേന്ദ്രീകരിച്ചാണെന്നിരിക്കെ പഴയ നിയമത്തെ കേന്ദ്രീകരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന രീതിയിൽ പ്രഘോഷണം നടത്തുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ആശയങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ശാപവിമുക്തി ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ, അതേപോലെ പൈശാചിക ഉച്ചാടന ശുശ്രൂഷകൾ അവയൊക്കെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ വിശ്വാസത്തിനകത്തേക്ക് അതെല്ലാം ചേർത്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ കാര്യസാധ്യത്തിനായി നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുമെന്ന പഠനങ്ങൾ ഉണ്ടായി. ഈ പഠനങ്ങളാണ് പലതരത്തിൽ ലോകത്താകെ ഉണ്ടായിരുന്ന അപജയങ്ങളായ സിദ്ധാന്തങ്ങളെ നമ്മൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനിടയായത്. കേരളത്തിൽ തന്നെ ഒരു ധ്യാന കേന്ദ്രം ഒരിക്കൽ പത്രത്തിൽ കൊടുത്ത പരസ്യം ശാപവിമുക്തി ശുശ്രൂഷയാണ്. അത് കത്തോലിക്ക വിരുദ്ധമായ ഒരു ആശയത്തിൽ നിന്നുണ്ടായതാണ്. ഈ ശാപവിമുക്തി ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു പന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് ചിന്ത സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ധ്യാന കേന്ദ്രം ശാപവിമുക്തി ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങി. ഇതിന്റെ ആശയം പഴയ നിയമത്തിൽ നിന്നാണ്. ശാപങ്ങൾക്ക് അടിമകളാണ് നമ്മളെന്നും ആ ശാപങ്ങളിൽ നിന്ന് വിമോചനം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുമെന്നും ക്രിസ്തുവിൽ വിമോചനം ഉണ്ടെന്നും പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഈ പഴയ നിയമത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ശാപങ്ങൾക്കാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി നമ്മുടേതായിട്ട് തോന്നും. കാരണം ക്രിസ്തുവിൽ വിമോചനം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, കൂദാശയിലാണ് എല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ, ജപമാലയെ നമ്മൾ കൈവിട്ടിട്ടില്ലല്ലോ. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ അപജയത്തെ നമ്മുടെ അകത്തേക്ക് സ്വീകരിക്കാൻ തുടങ്ങി. അവിടെയാണ് വിശ്വാസപ്പിഴവുകൾക്ക് കാരണമാകുന്ന പ്രബോധനങ്ങൾ രൂപപ്പെടാനും പ്രാബല്യം നേടാനും ഇടയായത്. ഇനി ഇത്തരം സംവിധാനങ്ങളൊക്കെ സാമ്പത്തികമായ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവട സ്ഥാപനങ്ങളായിട്ട് മതപ്പതിച്ചു. അതിന് കാരണം എന്താണ്?
ഇപ്രകാരം പ്രൊട്ടസ്റ്റന്റ് വ്യൂവിലുണ്ടായിരുന്ന ആളുകളുടെ ധാരണ സമ്പത്താണ് പ്രധാനപ്പെട്ടത്, ദാരിദ്ര്യം ദൈവശാപമാണെന്നാണ്. ഇത് പഴയ നിയമ സിദ്ധാന്തമാണ്. ആ പഴയ നിയമ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കപ്പെടുകയും നമ്മുടെ അകത്തും അത് കയറിക്കൂടുകയും ചെയ്തു. ഈ അടുത്ത് കേട്ട 2-3 പ്രഘോഷണങ്ങളിൽ, പ്രൊട്ടസ്റ്റന്റ് വ്യൂവിലുള്ള പ്രഘോഷണങ്ങളിൽ വ്യക്തമായി അവർ പറയുന്നുണ്ട് ദാരിദ്ര്യം ഒരു ശാപമാണ്. ഒരു പ്രഘോഷകൻ വേദിയിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഏത് സമ്പന്നനെക്കാളും സമ്പന്നനായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് ഒന്നിന്റെയും കുറവില്ല. ഈ ഒന്നിന്റെയും കുറവില്ലാത്ത ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ സമ്പത്തുണ്ടാകും. ക്രിസ്തു ഒരിക്കലും പറയാത്തൊരു കാര്യം, എന്നെ പ്രഘോഷിച്ചാൽ സമ്പത്തുണ്ടാവുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. എന്റെ പിന്നാലെ വന്ന് കുരിശെടുക്കൂ, എന്നിട്ട് എന്നെ അനുഗമിക്കൂ, കയ്യിലുള്ളവ വിട്ടുകളയൂ, മറ്റുള്ളവർക്ക് കൊടുക്കൂ, വിറ്റ് മറ്റുള്ളവർക്ക് ദാനം ചെയ്തിട്ട് എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ പേരിൽ സമ്പത്തുണ്ടാക്കുന്നവരായ അനേകർ ശുശ്രൂഷകർ ഇതര വിഭാഗങ്ങളിലുണ്ട്. ആ വിഭാഗങ്ങളിലുള്ള ശുശ്രൂഷകളുമായി താതാത്മ്യം പ്രാപിച്ച് നമ്മുടെ ആളുകളും ഇപ്രകാരം സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ധ്യാനങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊക്കെ നീക്കിക്കളയാൻ പറ്റും, കഷ്ടമായതൊക്കെ മാറിപ്പോകും, അങ്ങനെ നിങ്ങൾ സമ്പന്നരായിത്തീരും. ഒന്നാമത്തത് വ്യാമോഹിപ്പിക്കലാണ്. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. ക്ഷയോന്മുഖമാണ് ലോകം. ക്ഷയോന്മുഖമായ ലോകത്ത് സുസ്ഥിരമായ ഒരു വാസമുറപ്പിക്കാൻ ശ്രമിക്കുന്ന അബദ്ധമാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് അവരിന് വേണ്ടി സ്വയം സമർപ്പിക്കേണ്ട ജീവിതമാണെന്ന് പഠിപ്പിക്കുന്നതിന് പകരം തൻകാര്യ ലാഭത്തിനായും സ്വന്തം സുഖത്തിനായും സുരക്ഷിതത്വത്തിനായും ക്രിസ്തു മാർഗത്തെ അനുഗമിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ ചായ്ച്ചലുകൾ നമ്മുടെ അകത്തേക്ക് കടന്നു വന്നു. രണ്ടാമത് അടിമകളാക്കുന്ന സ്വഭാവമാണ്. നിങ്ങളെല്ലാം പാപികളാണ്, കുഴപ്പക്കാരാണ്. മനുഷ്യർക്ക് കുഴപ്പമുണ്ട്. ആ കുഴപ്പം പരിഹരിക്കാൻ ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടുണ്ട്. ആ കുഴപ്പം പരിഹരിക്കാൻ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ ആശ്രയിക്കുകയും അവനെ പ്രതി സ്വന്തം ജീവിതം സമർപ്പിക്കാൻ തീരുമാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ മുന്നോട്ട് ചരിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അടിമകളാണ്, നിങ്ങളുടെ കുഴപ്പങ്ങളെല്ലാം കാരണം നിങ്ങളുടെ പ്രവൃത്തികളാണെന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ പ്രഘോഷങ്ങളിലും ഇന്ന് വ്യാപകമായിട്ട് അത് കാണാം. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് ഉത്തരവാദിത്വം ഈ പറഞ്ഞ പാപമാണ്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങൾ പാപികളായതുകൊണ്ടാണ് നിങ്ങൾ ദരിദ്രരായിരിക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാത്തത്, പാപം മാറിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണ് ഉടമ്പടി പോലുള്ള പല പ്രാർത്ഥനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്യപാനം നിർത്തിയാൽ കാര്യം നടക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ശൈലി മാറ്റിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. കാര്യം നടക്കുന്നത് കേന്ദ്രീകരിച്ചിട്ടാണ്. അവിടെ വിശ്വാസത്തിന്റെ വിഷയമല്ല, ക്രിസ്തുവിനെ പിൻചൊല്ലുക എന്ന കാര്യമല്ല, മനസാക്ഷിയുടെ സ്വരം കേൾക്കുക എന്നുള്ളതല്ല. അവിടെ കാര്യം നടക്കാൻ വേണ്ടിയുള്ളതായിട്ട് മാറുന്നു. അങ്ങനെ ഒരു കച്ചവടമായിട്ട് മാറുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ തിന്മകളുടെ എല്ലാം പ്രശ്നം ഒന്നുകിൽ പൂർവിക ശാപമാണ്, അല്ലെങ്കിൽ പൈശാചിക ഉപദ്രവമാണ്. അപ്പൊ അതിനും കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, അതെല്ലാം പ്രമാണിക്കപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അബദ്ധ സിദ്ധാന്തങ്ങൾ പലയിടങ്ങളിൽ നിന്നായി കുടുംബവൃക്ഷമടക്കമുള്ള പൈശാചിക തിന്മകളുടെ ഉപദ്രവമടക്കമുള്ള പല തെറ്റായ പഠനങ്ങളും, നിങ്ങൾ മന്ത്രവാദം, കൂടോത്രം, അന്ധവിശ്വാസങ്ങൾ അവയിലൊക്കെ അടിപ്പെടുത്തുന്ന രീതിയിലുള്ള വിശ്വാസ പ്രഘോഷമെന്ന് ധരിക്കാനിടയുള്ള പ്രബോധനങ്ങൾ ഉരുത്തിരിയാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ സഭയ്ക്കകത്ത് ഈ ധ്യാന രീതികളിലൂടെ കടന്നു വന്ന ഒരു അപജയം. കരിസ്മാറ്റിക് ധ്യാനങ്ങൾ മോശമാണെന്നോ അത്തരം ധ്യാനങ്ങളിലൂടെ ആളുകൾ തുറവിയിലേക്ക് വന്നിട്ടില്ലെന്നോ എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. കരിസ്മാറ്റിക് രീതിയിൽ ധ്യാനിപ്പിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ കരിസ്മാറ്റിക് രീതി സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു അപജയം എന്ന് വെച്ചാൽ അത് കാര്യസാധ്യത്തിനുള്ളതായിട്ട് മാറി. മാത്രമല്ല, കൂദാശയേക്കാൾ ഉപരിയായി പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മൾ ശുശ്രൂഷകളെ കാണാൻ തുടങ്ങി. വചനമാണ് പ്രധാനം, വചനം മാത്രമേ ഞങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വചനം അച്ചടിച്ച വചനമാണെന്ന് തെറ്റിദ്ധരിക്കുക. ക്രിസ്തുവാകുന്ന വചനത്തെ കൈവിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുലിഖിതങ്ങൾ, ആ തിരുലിഖിതങ്ങളാണ് യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് വരാൻ തുടങ്ങി. തിരുലിഖിതം ഒരു ഭാഷയിലുണ്ടായതാണ്, ഭാഷാപരമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. ആ തിരുലിഖിതങ്ങളുടെയൊക്കെ മൂലമായ വചനമായ ക്രിസ്തുവിനെ, യഥാർത്ഥ വചനത്തെ, ദൈവവചനത്തെ പലപ്പോഴും തെറ്റിദ്ധരിക്കാനിടയായി. അങ്ങനെയാണ് ശാപമുണ്ട് എന്ന പഴയ നിയമവചനം പ്രമാണിക്കാൻ തുടങ്ങിയത്. ഇതൊരു അപജയമാണെന്ന് തിരിച്ചറിയാതെ വചന കേന്ദ്രീകൃതമായിട്ടാണ് തങ്ങൾ ജീവിക്കുന്ന തെറ്റിദ്ധാരണയിൽ ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ മാറി നടക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ ധ്യാനങ്ങളിൽ ഇന്നും കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴൊരു കുഴപ്പമെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഇത് ഭയങ്കരമായ സുഖം ഉളവാക്കുന്ന അല്ലെങ്കിൽ അനുഭൂതികൾ ഉളവാക്കുന്ന വൈകാരികമായ ഉയർച്ച ഉണ്ടാക്കുന്ന കാര്യമായിട്ട് തോന്നും. വിശ്വാസം വൈകാരികമായ ഒരു കാര്യമല്ല, അതൊരു ജീവിത പ്രയോഗ വഴിയാണ്. വൈകാരികത താൽക്കാലികമാണ്, വൈകാരികതയല്ല വിശ്വാസം. വിശ്വാസം ഹൃദയത്തിലുണ്ടാകുന്ന ഉറപ്പുള്ള ബോധ്യമാണ്. നമ്മുടെ പൂർവികന്മാരായ ആളുകൾക്ക് ഇത്ര അറിവുണ്ടായിട്ടല്ല
വചനത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവോ ധാരണയോ വ്യാഖ്യാനമോ ഒന്നും അറിഞ്ഞിട്ടല്ല അവർ വിശ്വാസത്തിൽ ചരിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ക്രിസ്തു അകമയുണ്ടെന്നും അവൻ രക്ഷകനാണെന്നും അവനിൽ ആശ്രയിക്കുന്നവനെ അവൻ കൈവിടില്ലെന്നും അവനിൽ നമുക്ക് ജീവിത വിജയമുണ്ടെന്നും ആ വിജയം സ്വർഗമാണെന്നും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാനും തിരിച്ചു നടക്കാനും അറിവുകളൊന്നും ഇല്ലാത്തപ്പോഴും കഴിഞ്ഞിരുന്നു. ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിച്ചിരുന്നു. ആ തലമുറയിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിയാമെന്ന നിലയ്ക്ക്, വചനം അറിയാമെന്ന നിലയ്ക്കുള്ള തെറ്റിദ്ധാരണയുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാൻ തുടങ്ങി. വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഓരോരുത്തരും താങ്കൾക്ക് യോജിക്കുന്ന രീതിയിൽ വചനത്തെ വളച്ചൊടിക്കാനും ഉപയോഗിക്കാനും തുടങ്ങി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, തിരുസഭയ്ക്കകത്ത്, കത്തോലിക്ക സഭയ്ക്കകത്ത് ധ്യാനാത്മകമായ മാർഗമുള്ളത് കുർബാന കേന്ദ്രീകൃതമായിട്ടാണ്. ജീവിതത്തെ തന്നെ ധ്യാനമാക്കി മാറ്റുന്ന പ്രക്രിയാപരമായ ഇടപെടലായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ധ്യാനം കൂടരുതെന്നല്ല, കല്യാണം നടക്കാൻ ധ്യാനം, കടം മാറാൻ ധ്യാനം, മക്കളുണ്ടാകാൻ ധ്യാനം, രോഗം മാറാൻ ധ്യാനം, സമ്പത്തുണ്ടാകാൻ ധ്യാനം എന്ന നിലയ്ക്ക് ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷകൾ എന്ന നിലയ്ക്ക് അധപ്പതിക്കുന്നത് സഭാത്മകമായ ഒരു കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വചനം സ്വീകരിക്കാനും ആ വചനപ്രകാരം കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ ഓടി അലയുന്നവരാകരുത്, ഭിക്ഷാടകരായി മാറരുത്. നമ്മൾ തീർത്ഥാടകരാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ ധ്യാനങ്ങൾക്കകത്ത് തെറ്റായ പഠനം ഉണ്ടാകാൻ കാര്യം ഇതാണ്. ധ്യാനങ്ങൾ തെറ്റായ പഠനത്തിലൂടെയാണ് മിക്കവാറും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു കാര്യമായിട്ടാണ് പറയുക, സമൃദ്ധിയുടെ സുവിശേഷമാണ് പറയുക. മാത്രമല്ല അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിരാശയിലേക്കാണ്. അങ്ങനെ വിശ്വാസരാഹിത്യത്തിലേക്ക് അത് പോകാനിടയാകും. സഭാ കൂട്ടായ്മയെ നമ്മൾ അകന്നു പോകും. സഭ എന്നത് ഒരു സാമുദായിക സംഘടന പോലെ ഒന്നാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കാനിടയാകും. ദൈവിക ദാനമാണ് ജീവിതമെന്നോ സഭാത്മകമായ കൂട്ടായ്മയെന്നോ ബോധമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അധപ്പതിക്കാനാണ് ഇടയാകുന്നത്. ആ അധപ്പതനമാണ് നമ്മൾ കാണുന്ന ഇന്ന് ധ്യാനങ്ങളിൽ ആളുകൾ കുറയുന്നു എന്നതിന്റെ കാരണമായിട്ട് നമ്മൾ കാണേണ്ടത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനിടയാകും. മനുഷ്യനെ ഭാരപ്പെടുത്താനല്ല, ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മെ വിളിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് സഭ കൗതാശികമായ മാർഗങ്ങളിലൂടെ നമ്മെ നയിക്കുന്നുണ്ട്. ഒരുവൻ ജനിക്കുന്നത് മുതൽ അവൻ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് വരെയുള്ള എല്ലാ നിമിഷങ്ങളിലും സഭ കൂടെയുണ്ട്. മാമുദിസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാനയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, തിരുപ്പട്ടത്തിലൂടെ, വിവാഹത്തിലൂടെ, ജീവിതത്തിന്റെ എല്ലാ ദിശകളെയും, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും വിമോചന മൂല്യമുള്ള ക്രിസ്തുബോധത്തിനകത്ത് നിലനിർത്തി ജീവിക്കാൻ ആവശ്യമായ പഠനം സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് സഭയിലേക്ക് തിരിയുകയാണ്, കൂദാശയിലേക്ക് തിരിയുകയാണ് പ്രധാനം. നമ്മൾ ഇപ്രകാരം താൽക്കാലിക ലാഭങ്ങളെ അന്വേഷിക്കുകയും കേവല വൈകാരികതയിലുള്ള അനുഭൂതികളെ തേടി ധ്യാനം എന്ന നിലയ്ക്കുള്ള ശുശ്രൂഷകളെ കാണുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ അപജയ മാർഗത്തിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കത്തോലിക്ക സഭയിലാണ് നമ്മൾ, സഭയ്ക്കകത്തായിരിക്കുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് സഭയുടെ പ്രബോധനങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കാനാണ്. കേവലം വ്യക്തിപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രബോധനങ്ങളുടെ പിന്നാലെ പായാൻ ഇടയാകരുത്. ക്രിസ്തുവിൽ നമുക്ക് സ്വസ്ഥരായിരിക്കാം. അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവൻ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വിശ്വാസബോധ്യത്തോടെ, ആത്മബോധത്തോടെ നമുക്ക് ജീവിക്കാം. അവരന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാനുള്ള വിളിയാണ് ജീവിതത്തിൻ്റെതെന്ന ബോധ്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ ക്രിസ്തുവിൽ ജീവിതം വിജയകരമാക്കി മാറ്റാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.